നമ്മളെ തളർത്താൻ ഒത്തിരി പേരുണ്ടാവും, പക്ഷേ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. വിഷമഘട്ടത്തിലുള്ളവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് സത്യട്ടോ. നമ്മളെ പിന്തുണയ്ക്കാൻ നമ്മളെ പിന്നിൽ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വരെയും എത്തിച്ചേരാൻ പറ്റും. അതെൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ പിന്നിലുമുണ്ട് രണ്ട് ശക്തികൾ. ആ ശക്തികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. 3 സ്റ്റാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ തുടക്കത്തിൽ കണ്ടിട്ട് ചോദിക്കണ്ട ഇവക്ക് എന്താ വട്ടായി പോയിട്ടുണ്ടോ എന്ന്. ഒരിക്കലും ഇല്ല കേട്ടോ. വട്ടാവേണ്ട സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടോ. അരെല്ലാവർക്കും ഉണ്ടാവില്ലേ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, സാധാരണക്കാരായ ഒരു വീട്ടമ്മയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം. എനിക്കൊന്നും അറിയില്ലായിരുന്നു എങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും, എങ്ങനെ ഒരു വീഡിയോസ് ഇടും, ഇതെങ്ങനെ എഡിറ്റ് ചെയ്യും, എങ്ങനെ തമ്പനയിൽ കൊടുക്കും. ഒരു ABCD ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. കുറേയൊക്കെ എൻ്റെ മോളാണ് എനിക്ക് പഠിപ്പിച്ചു തന്നത് കേട്ടോ. അവൾ പിന്നെയും യൂട്യൂബ് ഇൻഷോട്ടിലൊക്കെ പോയി എഡിറ്റ് ചെയ്ത് കുറേയൊക്കെ എനിക്ക് ചെയ്തു തന്നു ആദ്യമൊക്കെ. പിന്നെ ഇവക്ക് പഠിക്കണം, സ്കൂളിൽ പോകണം, അതൊക്കെ ആയപ്പോൾ പിന്നെ ഇവക്ക് അത് ചെയ്ത് തരാനുള്ള സമയമില്ല. ഇവളെ മെനക്കെടുത്താനും എനിക്ക് പറ്റില്ല, കുട്ടിക്ക് സ്കൂളിൽ പോകണ്ടേ. അന്നേരം പിന്നെ ഞാൻ തന്നെ എനിക്ക് കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു സമയങ്ങൾ വെച്ച് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് വെച്ച് എഡിറ്റ് ചെയ്ത് ഞാൻ അങ്ങനെ എഡിറ്റിംഗ് എന്നുള്ളൊരു വലിയ പ്രോസസ്സിങ് ഞാൻ പഠിച്ചു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് നടക്കാത്തതായിട്ടൊന്നുമില്ല. അത് ഇംഗ്ലീഷ് അറിയണം എന്നൊന്നുമില്ല. ഞാൻ വെറും 10ാം ക്ലാസ്സും ഗുസ്തിയായിട്ട് വയ്ക്കുന്ന ആളാണ്. എനിക്ക് ഇപ്പം അത്യാവശ്യം ഞാൻ എഡിറ്റ് ചെയ്യും, അത്യാവശ്യം ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യും, എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനൽ ഒരു വർഷമായിട്ടോ തുടങ്ങിയിട്ട്. ഒരു വർഷമാകുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ 18,000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. 10 മാസം കൊണ്ട് എൻ്റെ ചാനൽ എനിക്ക് 10,000 സബ്സ്ക്രൈബേഴ്സും ഓടുകൂടി മോണിറ്റൈസേഷൻ ചെയ്യാനും 4,000 വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. അതിൻ്റെ മെയിനായിട്ടുള്ള ആൾക്കാർ നിങ്ങളാണ് കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടൊന്ന് മാത്രമാണ്. ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ വാച്ച് അവർ കൂടുന്നതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ കുറച്ചായിട്ടുള്ള ലൈവൊക്കെ തുടങ്ങിയിട്ട്, നമ്മൾ മഴക്കാലത്താണ് ഞാൻ ലൈവ് തുടങ്ങണം കേട്ടോ. ലൈവ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വാച്ച് അവർ പെട്ടെന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയത്. ആദ്യമൊക്കെ ലോങ് വീഡിയോ ഒക്കെ ഇടുമ്പോൾ വ്യൂ ഒന്നും ഇല്ലാണ്ടാവും. എനിക്ക് ഭയങ്കര സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ. എന്താ ദൈവം എൻ്റെ വീഡിയോസ് മാത്രം ഓടാത്തത്, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നല്ലേ ഞാൻ വീഡിയോസ് ചെയ്യണേ, എൻ്റെ വീഡിയോസ് മാത്രം എന്താ ഓടാത്തത് എന്നിങ്ങനെ വെച്ച് ഓരോ മിനിറ്റും പോയിട്ട് വീഡിയോസ് എടുത്ത് നോക്കുന്ന ആളായിരുന്നു ഞാൻ. എന്നെപ്പോലെ തന്നെയായിരിക്കും, എന്നെപ്പോലെയുള്ള വീട്ടമ്മമാരായിരിക്കും ഇതേപോലെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണം കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ്. എനിക്കിതിനെപ്പറ്റി ഒരു ABCD ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ കാണും. എങ്ങനെ എനിക്ക് തമ്പനയിൽ കൊടുക്കാനോ അതിൻ്റെ സൈസും കാര്യങ്ങളോ അളവോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. എങ്ങനെ കൊടുക്കണം എന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുന്നത്. വീഡിയോ കണ്ടിട്ട് ആ വീഡിയോയിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. അവരുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. ആ ഫോൺ നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്തു. ആ ആളുമായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ എൻ്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. യൂട്യൂബിലെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഫസ്റ്റ് ഫ്രണ്ടും അവനാണ് കേട്ടോ. അവർക്ക് ഒരു ഫാമിലി ചാനലുണ്ട്. ഒരു ഫാമിലി ചാനൽ എന്ന് പറഞ്ഞാൽ 1,00,000 സബ്സ്ക്രൈബേഴ്സ്, 1,00,000-ന് മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള പ്ലേ ബട്ടൺ വാങ്ങിയ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു റബ്ബർ വെട്ടുകാരനാണ് കേട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് ഫ്രണ്ട്. അവൻ ഈ വീഡിയോസ് കാണുന്നുണ്ടാവും. കാരണം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അവനോട്. കാരണം ഒന്നും അറിയില്ല, കുഞ്ഞു കുഞ്ഞു പൊട്ട ചോദ്യങ്ങളാണ് കേട്ടോ ഞാൻ അവനോട് ചോദിക്കുക. എന്നാലും അവനത് എത്ര തിരക്കിനിടയിലാണെങ്കിലും എനിക്കത് പറഞ്ഞു തരും. കാരണം എൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. കാരണം എനിക്ക് ഒരുപാട് കാരണം നമ്മളൊരു ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത്, നമുക്കൊന്നും അറിയാത്ത സമയത്ത് നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യുക എന്ന് പറയുമ്പം അതല്ലേ നമ്മൾ ഏറ്റവും വലിയ കാര്യമുള്ളത്. അങ്ങനെ ഞാൻ ഏത് സമയത്തും, ഏത് പാതിരാത്രിയും, ഏത് സമയത്തും മെസ്സേജ് ഇട്ടാലും അവനെടുക്കും. അതിന് കറക്റ്റായിട്ടുള്ള റിപ്ലൈ എനിക്ക് തരും. അവൻ പറഞ്ഞു, ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി എനിക്കത് മനസ്സിലാവും. ഇപ്പോൾ അവന് 2 ചാനലുണ്ട് കേട്ടോ. ഒരു ചാനലിൽ 2 ചാനലുണ്ട്. ഒരു ഫാമിലി ചാനലുണ്ട്, ഒരു ടിപ്പ് ചാനലുണ്ട് കേട്ടോ. നമ്മൾ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞു തരുന്നുണ്ട്. ആ ചാനൽ കണ്ടു കഴിഞ്ഞിട്ട് ഏതൊരു സാധാരണക്കാരനും വീഡിയോ കണ്ടിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നും എങ്ങനെ തമ്പനയിൽ ഉണ്ടാക്കണമെന്നും വീഡിയോൻ്റെ A to Z കാര്യങ്ങൾ ആ ചാനലിൽ പറയുന്നുണ്ട് കേട്ടോ. ആര് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് അവൻ പറഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. അവൻ്റെ ചാനലിൽ കയറി എന്തെങ്കിലും എനിക്ക് തോന്നുന്ന ഡൗട്ടായിരിക്കും അന്ന് മിക്കവാറും വീഡിയോ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ഡൗട്ടുകൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ടൈമിനൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു പല കാര്യങ്ങളും. അതൊക്കെ പറഞ്ഞു തന്നത് അവനാണ് കേട്ടോ. എനിക്ക് യൂട്യൂബിൽ എന്താ പറയണ്ടേ, എങ്ങനെ നമ്മൾ ഈ ടൈം ഔട്ട് അടിച്ച് വെക്കാം, ടൈം ഇട്ട് വെക്കാം. നമുക്ക് ഇന്നിപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് നമുക്ക് നാളത്തേക്കുള്ള മറ്റന്നാളത്തേക്കുള്ളൊക്കെ ഇങ്ങനെ ടൈം ഇട്ട് വെക്കാം. അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അപ്പം എടുക്കും, അപ്പം അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊക്കെ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത്. അവൻ കറക്റ്റ് എനിക്ക് പറഞ്ഞു തന്നിട്ടാണ്, എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടാണ് ഞാൻ പിന്നീട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അതിൽ യൂട്യൂബിൽ തമ്പനയിൽ ഇടേണ്ട ആപ്പ്, ആ ആപ്പ് അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് തോന്നില്ല.
മിക്ക ആൾക്കാരും എനിക്ക് നല്ല അനുഭവം ഉണ്ട് കേട്ടോ. യൂട്യൂബിൽ തന്നെ പല ലൈവുകളിലും പല ആൾക്കാരായിട്ട് പരിചയപ്പെടുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മനുഷ്യർക്ക് ഭയങ്കര കുശുമ്പുണ്ട്. കാരണം ഞാൻ നന്നായാൽ ഞാൻ എന്തായാലും നന്നാവുന്നില്ല, മറ്റൊരുത്തൻ നന്നാവരുത് എന്ന് ചിന്തിക്കുന്നവരാണ് 100-99% ആളുകളുണ്ടെന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമ്പോൾ അവൻ നന്നായി പോയാലോ, ഞാൻ അവിടെ താഴ്ന്നു പോയാലോ എന്ന് ചിന്തിക്കുന്നവരാണ് എപ്പോഴും മിക്ക ആൾക്കാർ. ഒരിക്കലും ഞാൻ അങ്ങനെ ചിന്തിക്കില്ല കേട്ടോ. എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, എനിക്ക് ദൈവം വിധിച്ചതാണെങ്കിൽ അത് എനിക്ക് കിട്ടിയിരിക്കും അല്ലേ, സത്യമല്ലേ? ഞാൻ നല്ല രീതിയിൽ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ടോ, എനിക്ക് വിജയം ഉണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നുണ്ടോ, നിങ്ങൾക്ക് വിജയം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ കാര്യങ്ങൾ. പക്ഷെ അതിൽ നമ്മൾ ആരോട് കുശുമ്പ് കാണിച്ചിട്ടോ അസൂയപ്പെട്ടിട്ടോ ഒന്നും കാര്യമില്ല. അത് അവരുടെ കഴിവാണ്. അവർ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവാണ്, അവരുടെ വാശിയാണ്, അവരുടെ സാമർഥ്യമാണ്, അവരുടെ സപ്പോർട്ടാണ്. അല്ലാതെ അതിലപ്പുറം ഒന്നുമല്ല. അത് നമ്മളൊരാളെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഒരു നഷ്ടവും നമുക്ക് സംഭവിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. അന്നേരം ആ ഒരു സപ്പോർട്ടീവ്നെസ് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതുപോലെയെങ്കിലും വീഡിയോസ് ഇടാനും നല്ല രീതിയിൽ തമ്പനയിൽ നല്ല രീതിയിൽ ഇപ്പോഴും ആയിട്ടില്ല കേട്ടോ. എന്നാലും ഇപ്പോൾ വീണ്ടും ഞാൻ അവരോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് നല്ല രാത്രി നിന്ന്. എനിക്ക് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് എനിക്ക് വീഡിയോ ഇട്ടുതരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അന്നേരം അത് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് അവൻ്റെ ഫാമിലി. പാവങ്ങളാണെന്ന് പറഞ്ഞ പാവങ്ങളാണ്. യൂട്യൂബ് ചാനലിൽ ഇപ്പോഴാണ് അവർക്ക് കുറച്ച് വരുമാനമൊക്കെ കിട്ടി തുടങ്ങിയത്. പക്ഷേ അവരെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ. ഒത്തിരി ജനങ്ങളുണ്ട്. അവരെ വീഡിയോസ് കണ്ടിട്ട് അവരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അവരുടെ ചാനലിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് അവനുമായിട്ട് പരിചയപ്പെടുന്നത്. ഇപ്പോൾ കോൺടാക്ട് ചെയ്യും, വിളിക്കും, കാര്യങ്ങൾ സംസാരിക്കും, എല്ലാം ചെയ്യും. ഒരാളെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല, ആളെ പേര് പറയാം കേട്ടോ. ആളെ പേര് ലാസ്റ്റ് പറയാം കേട്ടോ. അവനാണ് എനിക്ക്, ഞാൻ പറഞ്ഞില്ല, എല്ലാം പറഞ്ഞു തന്നിട്ടുള്ളത് അവനാണ്. എനിക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അവൻ പറഞ്ഞു തന്നു. എല്ലാം ചെയ്തു തരും യൂട്യൂബിലൂടെ തന്നെ പറഞ്ഞ്. ഞാൻ ഓരോന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ ഇട്ട് കൊടുക്കും. ഇതിങ്ങനെ മതിയോ എന്ന് ചോദിച്ചിട്ട്. പക്ഷെ അങ്ങനെ ഒരിക്കലും അവൻ പൈസ കൊടുത്ത്, ഇപ്പോൾ ടിപ്പ് ചാനലിൽ അവന് പൈസ കൊടുത്ത് യൂട്യൂബ് ചാനലിൻ്റെ കാര്യങ്ങളും മോണിറ്റൈസേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ ചെയ്യിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അവനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് പൈസ ഇല്ലടാ, ഗൂഗിൾ പേ ഒന്നും ഇല്ല. അതായത് ഞാൻ എന്താ ചെയ്യുക, ഞാൻ വലിയ പൈസക്കാരത്തി അവിടെ നിൽക്കാൻ പൈസ തരാമെന്ന് പറഞ്ഞിട്ടോ. ഒരു ദിവസം എന്നോട് എന്താണ് പറഞ്ഞത്, എൻ്റെ ഫ്രണ്ടാണ് നീ പൈസ തരികയാണെങ്കിൽ ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു. അത്രയ്ക്ക് എന്നൊരു ആത്മബന്ധമുള്ളൊരു സുഹൃത്താണ് കേട്ടോ എൻ്റെ. അവൻ ഈ വീഡിയോ കാണുവാൻ എൻ്റെ ചീത്ത വിളിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും വേണ്ടില്ല, ഇത് എന്നേലും ഒരു ദിവസം വീഡിയോ ചെയ്യണം. എൻ്റെ പിന്നിലുള്ളത് എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ ഫസ്റ്റ് അവനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എൻ്റെ ഫാമിലിയാണ് ഫസ്റ്റ്. എൻ്റെ ഹസ്ബൻഡിൻ്റെയും എൻ്റെ മക്കളെയും കട്ട സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റില്ല കേട്ടോ. കാരണം ഒരു DP ഒരു പ്രൊഫൈലോ ഒന്നും വാട്സപ്പിൽ പോലും വെക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഒരു അഭിനയിക്കാനോ ഒരു വർത്താനം മറ്റുള്ള എന്തെങ്ങനെ പറയുക ഒന്നും എനിക്കറിയില്ല. ഫോണിൽ ഒരു ABCD അറിയാത്ത ഞാൻ ഇവിടെ വരെ എത്തണമെങ്കിൽ വീട്ടിലെ പണികളെടുക്കണം, മക്കളെ കാര്യങ്ങൾ നോക്കണം, ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം, വീഡിയോസ് എടുക്കണം, വീഡിയോസ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. ഇതൊക്കെ നല്ല പണിയാണ്. ചാനൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. കാരണം ഇതിനൊക്കെ ഇവർ കട്ട സപ്പോർട്ട് തന്നിട്ട് എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കളിയാക്കലുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടാവണേക്കാൾ കൂടുതൽ എൻ്റെ മക്കൾക്ക് ഉണ്ടായിട്ടുണ്ട്, മൂത്ത ആൾക്ക് കേട്ടോ. അവളെ ഒരുപാട് തവണ കളിയാക്കിയിട്ടുണ്ട്. ചാനൽ നിർത്തിയാലോ എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അവളുടെ സങ്കടം കണ്ടിട്ട്. അവിടുന്ന് ഞങ്ങൾ കട്ടയ്ക്ക് പിടിച്ചു നിന്നത്, ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണ് ഈ ചാനൽ തുടങ്ങിയത്. അത് ഞങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇതിൽ നിന്നൊരു വരുമാനം കിട്ടിയേ മതിയാവും. അതായത് ഇപ്പോഴും വരുമാനമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. വരുമാനം കിട്ടാനാവണേ ഉള്ളൂ, ഡോളറൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അതായത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. ആ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ എത്തിയത്. 5 പേര് 10 പേര് 100 പേര് കണ്ട വീഡിയോ ചാനൽ എനിക്കിപ്പം 1000 പേര് 10,000 പേര് കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ കട്ട സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ. അത് മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. എന്നെ സഹായിച്ച ഈ വ്യക്തി എന്ന് പറയുകയാണെങ്കിൽ ലിജോ ഫാമിലി വ്ലോഗാണ് കേട്ടോ. ലിജോ ഫാമിലി വ്ലോഗ്, ലിജോ ടിപ്പ് ചാനൽ ഇപ്പോൾ അവൻ ചെയ്യുന്നുണ്ട്. അന്നേരം അവനാണ് എന്നെ സഹായിച്ച എൻ്റെ കട്ട സുഹൃത്ത്. എന്നെ ഏത് ആപത്തിലും എന്നെ സഹായിക്കുന്ന വ്യക്തി, എന്നെ യൂട്യൂബിൻ്റെ സകലമായ ABCDകൾ പഠിപ്പിച്ചു തന്ന ആൾ. എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാം, എങ്ങനെ ഒരു തമ്പനയിൽ വെക്കാം, എങ്ങനെ ഒരു ടൈം ഔട്ട് അടിച്ച് വെക്കാം, എന്ത് കാര്യങ്ങളും ഞാൻ ചോദിച്ചാൽ അപ്പം എനിക്ക് മറുപടി തന്ന എൻ്റെ ഏറ്റവും സുഹൃത്ത്, എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് സുഹൃത്ത്. അതിനുശേഷം ഒത്തിരി സുഹൃത്തുക്കൾ വന്നു, ഒത്തിരി അനിയന്മാർ വന്നു, ചേട്ടന്മാർ വന്നു, ചേച്ചിമാർ വന്നു, അമ്മമാർ വന്നു. ഇതൊക്കെ എനിക്ക് ലൈവ് ഇട്ടതിന് ശേഷം വന്നവരാണ് കേട്ടോ. അതിൽ മുന്നേ എന്നെ യൂട്യൂബിൽ കട്ടയ്ക്ക് ഒരു യൂട്യൂബർ ആക്കി തന്നത് അവനാണ് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി നന്ദിയുണ്ട് അവനോട് എനിക്ക് പറയാൻ. ഇതൊക്കെ നേരിട്ട് പറഞ്ഞാൽ എന്നെ ചീത്ത പറയും ചിലപ്പോൾ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഏതൊരാളുടെ പിന്നിലും ഏതൊരു വിജയത്തിന് പിന്നിലൊരാളുണ്ടാവില്ലേ കട്ട സപ്പോർട്ടിന്. എൻ്റെ പിന്നിലുണ്ടായിരുന്ന 2 സപ്പോർട്ടീവ്നെസ്സാണ്. ഒന്ന് ഇവനും, ഒന്ന് എൻ്റെ ഫാമിലിയും, പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടം വരെ എത്തിയത്. നിങ്ങളെ മുന്നിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാനും ഒരു ഓൺ വോയിസ് വീഡിയോ ചെയ്യാനുമുള്ള ധൈര്യം ഉണ്ടാക്കി തന്നത് നിങ്ങളാണ്.
അത് നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നമുക്ക് സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പൊക്കെ അലൗഡാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാൻ മെമ്പർഷിപ്പ് എടുക്കുക. അങ്ങനെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നത് പോലെ നിങ്ങൾ സഹായിക്കും എന്നുള്ള വിശ്വാസം കൂടി എനിക്കുണ്ട്. അന്നേരം ഈ വീഡിയോ ഒരുപാട് നീട്ടിക്കൊണ്ടോണില്ല കേട്ടോ. അന്നേരം ഏതൊരു വിജയത്തിന് പിന്നിലും ഒരു വ്യക്തി ഉണ്ടാവും എന്ന് പറയുന്ന പോലെ എൻ്റെ വിജയത്തിന് പിന്നിൽ 2 വ്യക്തികളാണ് ഇവർ. അന്നേരം ഇവർക്ക് 2 ചാനലുണ്ട് കേട്ടോ. ഒരു ഫാമിലി ചാനൽ, അതിൽ ലക്ഷങ്ങൾ 1 ലക്ഷം കഴിഞ്ഞു സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ പുറമെ അവർക്ക് പ്ലേ ബട്ടൺ കിട്ടിയ ഫാമിലിയാണ്. അവരുടെ ഫാമിലി വീഡിയോസൊക്കെ ആദ്യം ഭയങ്കര ക്ലിക്കായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ചേരി ടിപ്പ് ചാനൽ തുടങ്ങിയതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ കുറവാണ്. അതിൽ എന്നാലും വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ. അവരുടെ വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുന്ന ഒരാളാണെങ്കിൽ ഞാൻ. ടിപ്പ് ചാനലാണെങ്കിൽ ഇപ്പം പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. കാരണം നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അതേപോലെ അവൻ പറഞ്ഞു തരും. എൻ്റെ അനുഭവമാണ് കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും വീഡിയോസിനെ പറ്റിയോ എഡിറ്റിങ്ങിനെ പറ്റിയിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവൻ്റെ ചാനലിലൊന്ന് കയറി കണ്ടാൽ മതി. അത് ലിജോസ് ടിപ്പ് ചാനൽ പേര് അങ്ങനെ എന്തോ ആണ് കേട്ടോ. അവൻ്റെ വീഡിയോസിൻ്റെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്തിടാം, നിങ്ങൾക്ക് കാണാം കേട്ടോ. പക്ഷേ ഇപ്പോൾ ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അവനതിൽ. ഒരുപാട് അവന് അതിൽ പിന്നെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ അവൻ ചെയ്തു തരും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങളെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ തീർക്കാട്ടോ. അത് എൻ്റെ യൂട്യൂബ് എന്ന ജേണിയിലെ ഒരു പ്രധാന വഴികാട്ടി കൂടിയാണ്, എൻ്റെ ഗുരുവാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അന്നേരം എൻ്റെ വീഡിയോസ് എല്ലാവരും കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അന്നേരം ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ടാവും. വീഡിയോ അങ്ങോട്ട് ലെങ്ത്തായി പോകും കേട്ടോ. അതുകൊണ്ടാണ് കുറച്ചൊക്കെ പറയുന്നുള്ളൂ. ഫുള്ളായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കില്ലല്ലേ എൻ്റെ ഈ വാചകടി ഇങ്ങനെ കേൾക്കുമ്പോൾ. പിന്നെ എൻ്റെ വീഡിയോസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ പറയണം. അതുപോലെ ഞാൻ ഈ ഒരു Q&A ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതുവരെ അതിൽ കാര്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അന്നേരം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. ഞാനത് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അന്നേരം എല്ലാവരോടും നന്ദി മാത്രം, സ്നേഹം മാത്രം. അന്നേരം ഇത്രയും നേരം എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഒരുപാട് നന്ദി.